നോർമലായിട്ടുള്ള ഏത് വീഡിയോ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാലും 5,000 എബോ ആയിരുന്നു പ്രൈസ്. ഇത് ഇപ്പൊ എത്ര നാളായി കുറഞ്ഞു തുടങ്ങി? ഇതിപ്പോ ജസ്റ്റ് 2 days. ജസ്റ്റ് 2 days കുറഞ്ഞ പ്രൈസ്. 13 സീരീസ് എല്ലാ കളറും എല്ലാ സ്പെക്കും എല്ലാ GB അവൈലബിൾ. പറയുന്നത് ഹോൾസെയിൽ പ്രൈസിലല്ലേ? ഹോൾസെയിൽ 11 സീരീസിൽ സ്റ്റോക്ക് ഉണ്ട്, 12 സീരീസ് സ്റ്റോക്ക് ഉണ്ട്. നിങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദുബൈയിൽ എവിടെയാണെങ്കിലും നമ്മൾ അവരെ കയ്യിൽ കൊണ്ടുപോകും. വീഡിയോ കണ്ടുവരുന്ന എല്ലാവർക്കും നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നതാണ്. അടിപൊളി. അതിന്റെ കൂടെ കവറും ഗ്ലാസും എക്സ്ട്രാ ഫ്രീ ആയിട്ട്. Pro Max ആണ്. 14 Pro Maxന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറഞ്ഞിട്ട് അതിന് 14+. അപ്പൊ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് സ്ക്രീൻ ഫോക്കസ് പറഞ്ഞ ഷോപ്പിലാണ്. നമ്മുടെ മെയിൻ കണ്ടന്റ് അറിയാലോ, തമിഴിൽ കണ്ടിട്ടുണ്ടാവും ഐഫോൺ. ഇവിടെ ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 11, 12, 13, 14 പിന്നെ മിക്ക ഷോപ്പിലും കിട്ടുന്നുണ്ട്. 11, 12 ഡിസ്കണ്ടിന്യൂ ആവുന്ന ഇവിടെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ സ്ക്രീൻ ഫോക്കസിൽ മെയിൻ ആയിട്ട് വരാൻ കാരണം. അപ്പൊ അതിന്റെ പ്രൈസ് അറിയണം, നമുക്ക് 11 തൊട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഇനിയിപ്പോ നമുക്ക് ഞാൻ പറഞ്ഞ പോലെ 11 ഒക്കെ ഉണ്ട് അവൈലബിൾ അല്ലേ? 11 സീരീസിൽ സ്റ്റോക്ക് ഉണ്ട്, 12 സീരീസ് സ്റ്റോക്ക് ഉണ്ട്, 12 സീരീസ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ നമുക്ക് 11 മുതൽ 11ന്റെ സ്റ്റാർട്ടിംഗ് എത്ര GB മുതലാണ് ഉള്ളത്? 64GB 128GB രണ്ട് സ്റ്റോക്ക് ഉണ്ട്. 64ഉം 128ഉം സ്റ്റോക്ക് ഉണ്ട്. 64ഉം 128ഉം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ഓക്കെ, ഇപ്പം നിലവിൽ വൈറ്റ് ആൻഡ് ബ്ലാക്ക് രണ്ട് കളറാണ് നമുക്കുള്ളൂ. പ്രൈസ് ആയിട്ടുള്ളത് 1750 64GB 1950 128GB അവൈലബിൾ. ഓക്കെ, ഒന്നുകൂടെ പ്രൈസ് മെൻഷൻ ചെയ്ത് പറഞ്ഞേ. 64GB 1650 ആണ്. ശരി, അതേപോലെ 128GB 1950 ആണ് ഇവിടുത്തെ പ്രൈസ്. ഈ രണ്ട് കളറാണുള്ളൂ, വൈറ്റ് ആൻഡ് ബ്ലാക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് 11 നെക്സ്റ്റിലേക്ക് പോവാം. നമുക്ക് നെക്സ്റ്റ് വന്നു കഴിഞ്ഞാൽ 12 ഉണ്ട്. 128GB ആണ്. 5GB. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ 12നകത്തുള്ള കളർ മോഡൽ ഏതൊക്കെയാണ് വരുന്നത്? നിലവിലുള്ളത് ബ്ലാക്ക് ഉണ്ട്, ബ്ലൂ ഉണ്ട്, വൈറ്റ് ഉണ്ട്. അപ്പൊ മറ്റുള്ള ജിബിയുടെ പ്രൈസും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്ക്. 128GB പ്രൈസ് ആണ് വരുന്നത്. ബെസ്റ്റ് പ്രൈസ് ആണ് 2350 വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ 25GB ബെസ്റ്റ് പ്രൈസ് ആയിട്ട് വരുന്നത് 2500. 2500. ശരി. അല്ല, ഞാൻ ചോദിക്കട്ടെ, മിക്ക ഷോപ്പിലും നിങ്ങൾ ഞാൻ പോയിട്ടുണ്ട് വീഡിയോ എടുക്കാനായിട്ട്, അവിടെ ഒന്ന് 11ഉം 12ഉം കിട്ടുന്നില്ല. 14 ഇറങ്ങിയ പിന്നെ അവരെന്ന് വെച്ചാല് ഓൾഡ് സീരീസുകൾ അവർ കീപ്പ് ചെയ്യുന്നില്ല. പുതിയ സീരീസ് വരുമ്പോൾ അതിൽ മാത്രം ഫോക്കസ് കൊടുക്കുന്നു. കസ്റ്റമർ നമ്മളെ റിക്വയർമെന്റ് അനുസരിച്ച് എല്ലാ സീരീസും കീപ്പ് ചെയ്യാണ്. അല്ല, ഇപ്പോഴും നമുക്ക് ആ ഒരു 11, 12ന്റെ ആവശ്യക്കാരുണ്ടല്ലോ? ഇഷ്ടം പോലെ. അത് ശരി, ഡെയിലി സെയിലാണ്. നമ്മൾ പറയുന്നത് ഹോൾസെയിൽ പ്രൈസിലല്ലേ? ഹോൾസെയിൽ പ്രൈസ് ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൈസിലേക്ക് പോവാം, മോഡലിലേക്ക് പോവാം. സോറി, നെക്സ്റ്റ് പിന്നെ വരുന്നത് 13 ആണ്. 13 എല്ലാ കളറും അവൈലബിൾ ആണ്. 13 ബ്ലൂ ഉണ്ട്. അതിനൊരു ഡീപ് ബ്ലൂ, എന്താ ഒരു പ്രത്യേക പേരുണ്ടല്ലോ ആ ബ്ലൂവിന്റെ പേര്? സേറാ ബ്ലൂ. അതെ, സേറാ ബ്ലൂ. അതേപോലെ ഗ്രീൻ ഉണ്ട്. ഓക്കെ, എല്ലാം ബെസ്റ്റ് ആണ്. പ്രൈസും ബ്ലാക്ക് ഇരിപ്പുണ്ട്. പ്രൈസ് വരുന്നത് 128GB പ്രൈസ് 2650 ആണ്. 2650. അത് പോണതിന് മുമ്പേ ഞാൻ ബായിനെ പരിചയപ്പെടുത്താൻ ആദ്യം മറന്നുപോയി. എന്റെ പേര് അസ്ലം. ബർ ദുബായ് അസ്റ്റോറിയ ഹോട്ടലിന്റെ ഫ്രണ്ട് സൈഡിലായിട്ട് വരുന്നത്. ഫ്രണ്ട് സൈഡ് നാട്ടിലെവിടെ? കാലിക്കറ്റ് അല്ലേ? ഓക്കെ. എന്നാ ഞാൻ നേരത്തെ ചോദിച്ചിരുന്നു, നിങ്ങൾ എവിടെ കണ്ടുവരുന്ന എല്ലാവർക്കും നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് തരുന്നതാണ്. അടിപൊളി. അതിന്റെ കൂടെ കവറും ഗ്ലാസും എക്സ്ട്രാ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ ഇനി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. അതിൽ പിന്നെ വരുന്നത് 256GB ആണ്. 256GB വരുന്നത് 2950. ഓക്കെ, പിന്നെ 13 പിന്നെ വരുന്നത് 512GB ആണ്. 512GB പ്രൈസ് വരുന്നത് 3350 ആണ് വരുന്നത്. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ 13 Pro ഉണ്ട്. 13 Proയിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തേക്കോ. 13 Proയിൽ വരുന്നത് വൈറ്റ് കളർ ഉണ്ട്, ഗോൾഡ് കളർ ഉണ്ട്, വൈറ്റ് ഗോൾഡ് ഇരിക്കുന്നുണ്ട്, ഗ്രീന്. ഓക്കെ, ഇതെന്താ ആക്റ്റീവ് എന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? അല്ല, ആക്റ്റീവ് ഞാനൊരു വീഡിയോയിൽ കണ്ടു, ആക്റ്റീവ് ആൻഡ് നോൺ ആക്റ്റീവ് എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്റ്റീവ് എന്ന് പറയുന്നത് ചില സ്റ്റോക്കുകൾ നമ്മളെടുത്ത് വാറണ്ടി, ആപ്പിൾ വാറണ്ടിയിൽ ഒരു 12 month വാറണ്ടി കുറവുണ്ടാവും, ഒരു 2 months 1 month കുറവുണ്ടാവും. അതിന്റെ പ്രൈസും വളരെ വേരിയേഷൻ ഉണ്ടാവും. അത് ശരി, ആക്റ്റീവിനാണോ പ്രൈസ് കുറവ്? ആക്റ്റീവിന് വില കുറവും നോൺ ആക്റ്റീവിന് കുറച്ച് പ്രൈസ് വ്യത്യാസം ഉണ്ടാവും. നോൺ ആക്റ്റീവ് എന്ന് പറയുന്നത് നമ്മൾ സിം എപ്പോൾ ഇടുന്നോ അന്നേരം ആക്ടിവേഷൻ ആണ്. അത് ശരി, അതിന്റെ പ്രൈസ് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് 128GB എല്ലാം നോൺ ആക്ടിവേഷൻ ആണ്. 128 നോൺ ആക്റ്റീവ് ആണ്. അതിന്റെ ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് എല്ലാ കളറിനും ഒറ്റ പ്രൈസ് ആണ്. 3600 dirhams ആണ്. 3600 ആണ് വരുന്നത്. ഓക്കെ, അതില് അത് എത്ര GB ആണ്? 128GB. പിന്നെ അതിൽ 256GB ഉണ്ട്. 256GB കളർ നിലവിലുള്ളത് വൈറ്റ് കളറും ഗോൾഡ് കളറാണ്. അതിൽ നമുക്ക് ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് ഇത് ആക്ടിവേഷൻ ഷോക്ക് ആണ്. ഇതിന് ചിലപ്പോൾ 11 month വാറണ്ടി ഉണ്ടാവും, വാറണ്ടി. അതിന്റെ ബെസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 3700 ആണ്. 3700. ഓക്കെ, ശരി. ഓക്കെ,
പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ 512 ആണ് വരുന്നത്. 512 ഇപ്പം നിലവിൽ ബ്ലൂവും വൈറ്റും ഗോൾഡും ഉണ്ട്. ശരി. 512ന്റെ ബെസ്റ്റ് പ്രൈസ് അത് നോൺ ആക്ടിവേഷൻ ആണല്ലോ, ഫുൾ വാറന്റിയോട് കൂടിയിട്ടുള്ളത് 4,375. 4,375 ആണ്. 375 512 ആണ്. 512 വരെയാണ് ഇപ്പൊ അതിലുള്ളത്. പിന്നെ 13 Pro Max ആണ്. 13 Pro Max നല്ല ഡിമാൻഡ് ആയിട്ട് ഒരിടയ്ക്ക്, കാരണം അതിന്റെ ക്യാമറ ഒക്കെ അടിപൊളിയാണ്. ആളുകൾ ഇഷ്ടംപോലെ സീരീസ് ലോഞ്ച് ആയതിനു ശേഷം ഓൾമോസ്റ്റ് സെയിം ആളുകൾ എന്നാലും ചോദിക്കുന്നുണ്ട് ഈ 13 Pro Max കിട്ടാൻ വല്ല വഴിയുണ്ടോ? എനിക്ക് കമന്റ് ആയിട്ട് ഡിസൈൻ ഒക്കെ സെയിം ആണ്, ജസ്റ്റ് ക്യാമറയിൽ മാത്രം ഒരു വേരിയേഷൻ കൊടുത്തിട്ടാണ് 14 സീരീസ് വന്നത്. ഇപ്പൊ 13 സീരീസ് എല്ലാ കളറും എല്ലാ സ്പെക്കും എല്ലാ GB അവൈലബിൾ ആണ്. അപ്പൊ 13 Pro Max 128 GB നമ്മൾ ബെസ്റ്റ് പ്രൈസ് ആയിട്ട് കൊടുക്കുന്നത് 3750 നമ്മൾ കൊടുക്കുന്നത്. പിന്നെ അതിൽ 256 GB നമ്മൾ കൊടുക്കുന്നത് 4050 ആണ്. 4050. പിന്നെ അതിൽ 512 GB നമ്മൾ കൊടുക്കുന്നത് 4700 ആണ്. 4700 ആണ്. പിന്നെ അതിൽ 1 TB ഉണ്ട് നമ്മുടെ അവൈലബിൾ. 1 TB നമ്മൾ കൊടുക്കുന്നത് 5250 ആണ്. 5250. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഹോങ്കോങ് അതുപോലെ USA അതൊക്കെ അല്ല, നമ്മൾ 11 12 ഈ പറഞ്ഞ ഹോങ്കോങ് ജപ്പാൻ എടുത്താലും US എടുത്താലും എല്ലാം ഒരേ വിലയാണ്. സെയിം പ്രൈസ്. അതേപോലെ തന്നെ US-നും ജപ്പാനും ഒക്കെ ഒരേ വിലയാണ്. TRAയും അതുപോലെ തന്നെ അവൈലബിലിറ്റി കമ്മാണ്. ഇപ്പൊ ഇതിൽ 2 പീസ് ഉള്ളൂ. വേണമെങ്കിൽ കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമ്മൾ എവിടെന്നെങ്കിലും ഒപ്പിച്ചു കൊടുക്കും അല്ലേ? ഓക്കെ. പിന്നെ നമുക്ക് ഇതുപോലെ തന്നെ നാട്ടിലേക്കുള്ള എന്തെങ്കിലും ഉണ്ടോ? നാട്ടിലേക്ക് ഇതുവരെ നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഐഫോൺ വീഡിയോ നമ്മൾ ചെയ്തപ്പോ ഒരാൾ കമന്റ് ചെയ്താണ് നാട്ടിലേക്ക് ഡെലിവറി ചെയ്യുന്ന ഒരു ഷോപ്പ് നിങ്ങൾ കണ്ടെത്തിയ ഒരു വീഡിയോ. നാട്ടിലേക്ക് നിങ്ങൾ ഇവിടുന്ന് ആരെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ദുബൈയിൽ എവിടെയാണെങ്കിലും നമ്മൾ അവരെ കയ്യിൽ കൊണ്ടു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിന്റെ വാറ്റിന്റെ പ്രൊസീജിയർ ഒക്കെ നിങ്ങൾ ചെയ്തു, എല്ലാം ചെയ്തു കൊടുക്കും. പിന്നെ 13 സീരീസ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കിടിലം 14 സീരീസ് ആണ് വരാൻ പോകുന്നത്. സീരീസിന്റെ ഒക്കെ വില എന്ന് പറയുന്നത് വളരെ കഴിഞ്ഞ വീഡിയോ 14 ഇമ്പോർട്ടന്റ് ആയിട്ട് 14ന്റെ പ്രൈസ് മെൻഷൻ ചെയ്യുന്ന ഒരു വീഡിയോ ആയിരുന്നു കഴിഞ്ഞത് ഞങ്ങളുടെ ചാനലിൽ വന്നത്. അപ്പോ 14 പറഞ്ഞോളൂ. 14 എന്ന് വെച്ചാൽ ഇപ്പം നിലവിൽ വില എന്ന് പറയുന്നത് ദീപാവലി ആയിട്ട് നിങ്ങൾ എന്തെങ്കിലും ദീപാവലി ആയിട്ട് സ്പെഷ്യൽ 2 ദിവസത്തെ ഓഫർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് 14 സീരീസിന്റെ പ്രൈസ് വളരെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. 14 Pro 128 GB അതും നിങ്ങൾക്ക് HK സ്പെക് തരും. ഡബിൾ സിം കാർഡ്. HK എന്ന് പറഞ്ഞാൽ ഹോങ്കോങ്ങിന്റെ ഡബിൾ സിം കാർഡ് സ്പെക് 4200 സാധനം അവൈലബിൾ ആണ്. 4200 അടിപൊളി സംഭവം. ഓക്കെ. എത്ര GB ആയിരുന്നു? 128 GB. അതിന്റെ 256 GB നമ്മൾ 4550 ഓക്കെ. 4550 256 GB തരും. പിന്നെ അതിന്റെ 512 GB നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് പ്രൈസ് ബെസ്റ്റ് ആണ്. 5350 ആണ് പ്രൈസ് വരുന്നത്. പിന്നെ 14 Pro Max ആണ്. 14 Pro Maxന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറഞ്ഞിട്ട് ഏകദേശം ആപ്പിൾ സ്റ്റോറിന്റെ അതേ പ്രൈസിന്റെ എത്തിയിട്ടുണ്ട്. ആ ഒരു ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. 128 GB ജസ്റ്റ് പ്രൈസ് ആണ് 4575. ഓക്കെ. അതിൽ 256 GB ബെസ്റ്റ് പ്രൈസ് നിങ്ങൾക്ക് തരുന്നത് വളരെ വില കുറഞ്ഞിട്ട് 4800 ആണ്. 4800 ആണ് വരുന്നത്. അതിന്റെ മുന്നത്തെ നിങ്ങൾ നോർമൽ ആയിട്ടുള്ള ഏത് വീഡിയോ വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാലും 5000 എബോ ആയിരുന്നു പ്രൈസ്. ഇത് ഇപ്പൊ എത്ര നാളായി കുറഞ്ഞു തുടങ്ങി? ഇപ്പൊ ജസ്റ്റ് 2 ഡേയ്സ്. ജസ്റ്റ് 2 ഡേയ്സിൽ കുറഞ്ഞ പ്രൈസ് ആണ്. 256 GB 14 Pro Max നിങ്ങൾക്ക് അവൈലബിൾ ആണ് 4800. അത് കഴിഞ്ഞാൽ പിന്നെ അതിൽ വരുന്നത് 256 കഴിഞ്ഞാൽ പിന്നെ 512 ആണ്. 512ന്റെ വില വരുന്നത് 5450 ആണ് വരുന്നത്. ഇപ്പോൾ 512 വരെയാണ് അവൈലബിലിറ്റി ഉള്ളത്. പിന്നെ വരുന്നത് 14 പ്ലസ് ആണ്. 14 പ്ലസ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ മെൻഷൻ ചെയ്യാൻ മറന്നുപോയ സാധനമാണ്. 14 പ്ലസ്. അത് നമ്മൾ ഒരു ജസ്റ്റ് ഒരു ലൈവ് ഡെമോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് സാധനം 14 പ്ലസ്. ലേറ്റസ്റ്റ് കളർ ആ സേറ ബ്ലൂ കളർ തന്നെയാണ്. അപ്പോ ഇതിന്റെ കവറിലും വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. മറ്റേ 14ന്റെ പോലെ അല്ല. ഡിസൈൻ ഒന്ന് മാറ്റിയിട്ടുണ്ട്. അതിൽ 128 GB പ്രൈസ് വരുന്നത് 3950. 256 GB 4200 ആണ്. 4200 ആണ് നമ്മുടെ ഐഫോൺ 14 പ്ലസിന്റെ വില. പിന്നെ ഈ 14 പ്ലസ് ലോഞ്ച് ചെയ്തിട്ട് നമ്മുടെ ദുബായ് മാർക്കറ്റ് വന്ന് തുടങ്ങിയിട്ട് ഇപ്പൊ എത്രയായി കാണും? 14 പ്ലസ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മന്ത് ആയി. സെയിം തന്നെ നമ്മുടെ 14 ഇറങ്ങിയ ഒരു 20 ഡേയ്സ് ആയി. 20 ഡേയ്സ് അല്ലേ? ഓക്കെ. കാരണം 14 ഇറങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു മാസമായി ശേഷമാണ്. ശരി. അപ്പോ നമ്മുടെ 14 പ്ലസിന് എന്താണ് ജസ്റ്റ് ഒരു മാറ്റം? ബായുടെ ഒരു മാറ്റമില്ല. 14 പ്ലസ് ഓൾമോസ്റ്റ് നമുക്ക് 13 സീരീസിന്റെ അതേ കോൺഫിഗറേഷൻ ക്യാമറയൊക്കെ കുറച്ച് ചെറിയൊരു വ്യത്യാസം ഉണ്ടെന്നല്ലാതെ വലിയൊരു മാറ്റങ്ങളൊന്നും പ്രതീക്ഷിക്കാനില്ല. 14 Pro Maxലാണ് വ്യത്യാസം. Pro Maxലാണ് വ്യത്യാസമുള്ളത്. അപ്പൊ നമ്മൾ ഏകദേശം
പറഞ്ഞിട്ടുണ്ടല്ലേ. ഇനി ഏതെങ്കിലും പറയാൻ വിട്ടുപോയിട്ടുണ്ടോ? വിട്ടുപോയിട്ടൊന്നുമില്ല. പിന്നെ വാച്ചുകളൊക്കെ അവൈലബിൾ ആണ്. വാച്ചുകളെല്ലാം ഉണ്ട്. 7 ആയാലും 8 ആയാലും 8-നൊക്കെ വില വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ആയിട്ടുള്ള ആപ്പിൾ വാച്ച് 8 സീരീസ് ആണ്. ഇതിന്റെ 45 mm വില എന്ന് പറയുന്നത് 1590 dirhams. 1590 1590 വില. 1800 dirhams പ്രൈസ് ആയിരുന്ന സാധനം വില കുറഞ്ഞ് വളരെ ഇരിഞ്ഞിട്ടുണ്ട്. അതിന്റെ 41 സൈസ് അവൈലബിൾ ആണ്. 41 സൈസ് പ്രൈസും അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈസ് ആണ് 1475. അത് എനിക്ക് തോന്നുന്നു നമുക്കൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്താലോ എന്നുള്ള വിചാരമുണ്ട്. കാരണം ആപ്പിൾ വാച്ചസ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്യാതിരിക്കും. വാച്ചിന്റെ ഒക്കെ മൊത്തത്തിൽ വരുന്നുണ്ട് നമുക്കൊരു വീഡിയോ വേറെ. ഓക്കെ, ആ ഒരു സ്ക്രീൻ ഫോക്കസിലേക്ക് വരിക. വീഡിയോ കണ്ടിട്ട് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്നതായിരിക്കും. ബായുടെ കൊടുക്കണതോ ഷോപ്പിലെടുത്തോ? ഓൾവേസ് എല്ലാവരും ഡിസ്പ്ലേ എപ്പോൾ നമ്മുടെ വ്യൂവേഴ്സ് ചിലപ്പോൾ മെസ്സേജ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റിപ്ലൈ കൊടുക്കണേ, ഒരു പരാതിയാണ് റിപ്ലൈ ഷോപ്പുകാർ കൊടുക്കണില്ലാന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ശരി എന്നാ. അപ്പോൾ ഈ ഐഫോൺ ഫ്രഷ് ആയിട്ടുള്ളത് മാത്രമല്ല, അങ്ങ് അറ്റത്ത് യൂസ്ഡ് ആയിട്ടുള്ളതുണ്ട്. നമ്മൾ ഒരു ദിവസം വേറെ വന്നിട്ട് നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ളത് ഇങ്ങോട്ട് എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി, ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലോ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.